എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഒരു വീക്കെൻഡായിട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വീക്കെൻഡ് ആഘോഷിക്കുക ആയിരിക്കും എന്ന് കരുതുന്നു. മാർക്കറ്റിൻ്റെ ആയ ടെൻഷനിൽ നിന്നും വിട പറഞ്ഞ് ഫാമിലിയോടൊപ്പമോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കൂടെയോ വീക്കെൻഡ് ആഘോഷിക്കുകയാകും എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആദ്യമേ ആശംസിക്കുന്നു. നല്ല രീതിയിൽ വീക്കെൻഡ് എൻജോയ് ചെയ്യുക. അപ്പോൾ വീക്കെൻഡൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ അടുത്ത ആഴ്ച ചില ലെവൽസിലാണ്. അപ്പോൾ ഈ ലെവൽസിന് എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമുക്ക് ലെവൽസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ചാർട്ടാണ്. നമുക്ക് അറിയാം, ഇവിടെ നമുക്ക് അറിയാം നല്ല രീതിയിലൊരു ഫാൾ ഇവിടെ സംഭവിച്ചു. ഈ ഫാൾ ഇവിടെ സംഭവിച്ചത് എന്ന് വെച്ചാൽ HDFC ബാങ്കിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ് ഇവിടെ ഒരു ഫാൾ സംഭവിച്ചത്. HDFC ബാങ്കിൻ്റെ ഇഷ്യൂ. അതുകൂടാതെ വേറെ 2 ഫാളും കൂടി ഈ ആഴ്ച സംഭവിച്ചു. ഒന്നാമത്തെ വേറെ ഫാള് ബഡ്ജറ്റ് ഡേയിൽ പ്രതീക്ഷിച്ച അത്ര ഒരു മാർക്കറ്റ് പ്രതീക്ഷിച്ച അത്ര ഒരു കാര്യങ്ങളും ഉണ്ടായില്ല. അതുകൊണ്ട് ബഡ്ജറ്റ് ഡേയിലും ഒരു ഫാള് ചെറുതായിട്ട് സംഭവിച്ചു. അതുകൂടാതെ നമ്മളുടെ RBI പോളിസിയുടെ അന്നും ഒരു ഫാള് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇത് RBI പോളിസിയുടെ ഫാളാണ്. അപ്പോൾ ഇത്രയും ഫാളുകൾ സംഭവിച്ചിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ കണ്ട ഈ ലെവല് ഇവിടെ ഒരു കൺസോളിഡേഷൻ റേഞ്ചാണ്. അതായത് എവിടേക്കും പോവാതെ കുറച്ച് നാൾ ഏകദേശം ഒരു മാസത്തോളമായിട്ട് ഈ റേഞ്ചിനുള്ളിലാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് ലോ അതുകൂടാതെ ഇവിടുത്തെ ഈ ക്ലോസിംഗ് പ്രൈസ്, ഈ 2 ലെവൽസ് നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അതായത് 46,550 ഈ ലെവൽ എന്ന് വെച്ചാൽ 46,550. അപ്പോൾ നമ്മളെ ലെവൽസ് എന്ന് വെച്ചാൽ മുകളിലെ ലെവല് ഏകദേശം 46,550, താഴെ അവിടെയുള്ള ആ റേഞ്ച് എന്ന് പറയുന്നത് 46,400. ഈ 2 ആണ് ഇവിടെയുള്ള ആ റേഞ്ച്, ഈ മുകളിലത്തെ ആ പോയിൻറ്റ്സ്. താഴേക്കുള്ളത് 44,450 44,400. ഈ 2 റേഞ്ചുകൾ നമ്മൾ മസ്റ്റായിട്ട് അടുത്ത ആഴ്ചയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ നമ്മൾ ഒന്ന് വാച്ച് ചെയ്യണം. അപ്പോൾ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്താലോ ഇതിന് താഴെ ക്ലോസ് ചെയ്താലോ ആണ് മാർക്കറ്റ് നല്ലൊരു അപ്പ് സൈഡിലേക്കോ അല്ലെങ്കിൽ നല്ല ഡൗൺ സൈഡിലേക്കോ ഒരു വൺ സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുവരെ നമുക്ക് ഈ റേഞ്ചിനുള്ളിൽ തന്നെയായിരിക്കും ട്രേഡ് നടന്നുകൊണ്ടിരിക്കുക. അതായത് 10, 100, 200, 300 പോയിന്റ് ഇതിനുള്ളിൽ ട്രേഡ് ചെയ്തോളൂ. പക്ഷേ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഈ റേഞ്ച് ഇവിടുത്തെ ഈ റേഞ്ച് നമ്മൾ നേരത്തെ വരച്ച റേഞ്ച് വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു റാലി മുകളിലേക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. താഴേക്കാണെങ്കിൽ ഈ റേഞ്ചിൽ ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിന്നിട്ടുണ്ടെങ്കിൽ താഴേക്ക് നല്ലൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട്. അപ്പോൾ ഈ 2 പോയിൻറ്റ്സിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 2 പോയിൻറ്റ്സിനുള്ളിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു 400, 300, 500 ആ റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ നിന്ന് ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു അപ്സൈഡ് ഒരു 1000 പോയിൻറ്റോളം ഡൗൺ സൈഡിലേക്ക് ഏകദേശം അത്രയും പോയിന്റ് നമുക്ക് ലഭിക്കും. ഈ പോയിന്റ് എന്തുകൊണ്ടാണ് ഈ പോയിന്റിന് ഇത്ര പ്രത്യേകത എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ പോയിന്റിന് കുറച്ച് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പോയിന്റിൻ്റെ അവിടെ ഒരു ലൈൻ, ഒരു ബോക്സ് നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു ബോക്സ് വരച്ചാൽ നമുക്കത് ഇങ്ങനെ കുറച്ചും കൂടി ബാക്കിലേക്ക് പോയിട്ട് ഇത് നീട്ടി ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, ഇത്ര മതി. നമുക്ക് നീട്ടി ഒന്ന് വരച്ചേണ്ട. അപ്പോൾ ഇപ്പോൾ ഈ ലെവല് നമ്മൾ കണ്ട, ഈ ലെവല് നമ്മൾ ഒന്ന് നീട്ടി വരച്ചു. മുകളിലേക്ക് നമ്മൾ നീട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് ചാർട്ടൊന്ന് ചെറുതാക്കി നോക്കാം. എന്താണ് ഇവിടെ കാണുന്ന പോയിൻറ്റ്സ് നമുക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്ന് ഇവിടെ വരെ ടച്ച് ചെയ്തു, അതിന് മുകളിൽ ചാടി അങ്ങോട്ട് പോയി. ഇവിടെ ഈ പോയിൻറ്റ്സിൻ്റെ ഇവിടം വരെ വന്നു, താഴ്ന്നു. ഈ പോയിൻറ്റ്സിന് ഇവിടെ കുറച്ച് കൺസോളിഡേഷൻ ചെയ്തു. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇത് കയറാനായിട്ട് സാധിച്ചില്ല, ഇവിടെയും കയറാനായിട്ട് സാധിച്ചില്ല. കൺസോളിഡേഷൻ ചെയ്ത് നേരെ താഴേക്ക് പോയത്. അപ്പോൾ ഈ പോയിൻറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഈ പോയിൻറ്റ്സ് ഇവിടെ നിന്ന്, അല്ലെങ്കിൽ ഈ പോയിൻറ്റ്സ് എന്തുകൊണ്ട് ഇവിടേക്ക് വന്നിട്ട് ഇങ്ങനെ പോകുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ വന്നില്ല. അപ്പോൾ ഈ പോയിൻറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു സൈക്കോളജിക്കൽ ഒരു പോയിൻ്റാണ് ഈ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ വ്യക്തമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഈ ലൈൻസിനെ. അപ്പോൾ ഇതിന് മുകളിൽ ഒരു ക്ലോസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അപ്സൈഡ് പോരാ. കണ്ട, നമുക്ക് ഇത്രയും ലെവൽസ് ഇവിടെ
നല്ല രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ലൈൻ അല്ലെങ്കിൽ ഈ പോയിൻറ്റ്സ് 46,550 46,450 മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടീഷനിൽ ഇൻട്രാഡേ ചാർട്ടിൽ ഇത് നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഇതൊരു റെസിസ്റ്റൻസും ആയിരുന്നു. ഇവിടെ കണ്ട, ഇവിടെ 2 പ്രാവശ്യം ടച്ച് ചെയ്തു, ഇവിടെ 3ാമത് ടച്ച് ചെയ്ത് 4ാമത് ചാടിക്കയറി. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കയറിയിട്ട് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഇത് പോകണം. അപ്പോൾ അപ്സൈഡ് ഇതിൽ കിട്ടാൻ നല്ലൊരു പോയിൻറ്റ്സ്, നല്ലൊരു നല്ല രീതിയിൽ കയറി പോകാനായിട്ട് ഈ റെസിസ്റ്റൻസ്, ഇപ്പോൾ കാണുന്ന റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്ത് പോകണം. ഇനി നമുക്ക് താഴേക്കുള്ള ചില പോയിൻറ്റ്സ് നോക്കാം. താഴേക്ക് നമ്മൾ ഇവിടെയാണ് ആദ്യം നമ്മൾ വരച്ച ആ ലൈൻ, അതായത് 44,450 44,400. നമുക്ക് അവിടെയും ഇതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, അവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈൻ നമുക്കൊന്ന് നീട്ടി വരച്ച് നോക്കാം. ബാക്കിലേക്ക് ഒന്ന് നീട്ടി വരയ്ക്കാം. ഓക്കെ, നമ്മൾ അത് ബാക്കിലേക്ക് ഒന്ന് നീട്ടി വരച്ചു. അപ്പോൾ ബാക്കിലേക്ക് നീട്ടി വരയ്ക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ നമുക്ക് കുറച്ചും കൂടി ബാക്കിൽ പോയിട്ട് നമുക്ക് നോക്കണ്ട. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് കണ്ട, ഇവിടെ കയറാനായിട്ട് സാധിച്ചില്ല. അതിനുശേഷം ഇത് നല്ല രീതിയിൽ കയറി പോയിട്ട് വീണ്ടും ആ ലൈൻ, ആ റെസിസ്റ്റൻസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആ ഏരിയയിൽ ഇത് സപ്പോർട്ട് എടുത്തു കണ്ട, ഇവിടെ സപ്പോർട്ട് എടുത്തു. എന്തുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താന്നു വീഴുന്നില്ല, അത് നമ്മൾ ചോദ്യമല്ലേ. അപ്പോൾ ഈ ലൈന് പ്രത്യേകത ഉള്ളത് കൊണ്ടാണല്ലോ ഇവിടെ വരെ വന്നത്. ഓക്കെ, അവിടെ നിന്ന് താഴെ പോയിട്ട് കറക്റ്റ് ഇവിടത്തെ റെഡ് ക്യാൻഡിൽ ഇവിടം വരെ ടച്ച് ചെയ്ത് നിന്നു. ഇത് താഴ്ന്നില്ല, നമ്മൾ പ്രത്യേകം ശ്രദ്ധ, ഇവിടെ താഴ്ന്നില്ല. അതിന് കുറച്ച് മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴ്ന്നു, അത് ബ്രേക്ക് ചെയ്ത് നിന്നു. പിന്നെ ഈ ഏരിയയിൽ ഒരു കൺസോളിഡേഷൻ ചെയ്ത് നിന്നു. അതിനുശേഷം വീണ്ടും ഈ ഏരിയയിൽ തന്നെ വീണ്ടും ടച്ച് ചെയ്യുന്നു. കണ്ടോ, ഈ ഏരിയയിൽ ടച്ച് ചെയ്യുന്നു, വീണ്ടും ഫാൾ ചെയ്യുന്നു, ഈ ഏരിയ വരെ ടച്ച് ചെയ്യുന്നു, കയറാൻ പറ്റിയിട്ടില്ല, ഒന്ന് ചെറുതായിട്ട് താഴ്ന്നു, വീണ്ടും ഈ ഏരിയയിൽ ടച്ച് ചെയ്ത് വീണ്ടും ഒരു കുതിച്ചുചാട്ടത്തിന് പോയി. അപ്പോൾ ഈ ഏരിയ നല്ലൊരു സൈക്കോളജിക്കൽ ലെവലാണിത്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണിത്. അപ്പോൾ ഈ 2 ഏരിയകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. വരും ദിവസങ്ങളിലെ ട്രേഡ് എപ്പോൾ അപ്സൈഡിലേക്ക് പോകുന്നു അവിടെ നമുക്ക് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി, നല്ലൊരു വലിയ റേഞ്ചിലുള്ള ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നതാണ്. താഴേക്കും അതുപോലെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതിനുള്ളിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ അവിടെ ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. അത് ചെറിയ പോയിൻറ്റ്സ് ആയിരിക്കും, ഒരു 200, 300, 400. പക്ഷേ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്പ് സൈഡിലേക്കോ അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ഡൗൺ സൈഡിലേക്കോ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതുകൊണ്ടാണ് ഈ ലൈന് ഇത്ര പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോൾ കാണാൻ പറ്റിയ 2 റേഞ്ചുകൾ. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വീണ്ടും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക. തിങ്കളാഴ്ച നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നമുക്ക് നിർത്താം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഞാൻ, സുമേഷ്, ഷെയർ പ്രോഫിറ്റ് മാസ്റ്റർ.